കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അഭിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ജാനകിനെ അഭിനെ തകർക്കാൻ വേണ്ടിട്ട് അപർണ ഒരു വലിയ പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് വിജയിക്കുന്നില്ല. കാരണം ഒരു കാരണവശാലും ഇനിയിപ്പൊ താനാണ് ആ സ്ലീപ്പിംഗ് പിൽസ് പൊന്നുവിന്റെ പായസത്തിനകത്ത് കളിക്കാന്ന് ആരും അറിയരുത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ജാനകിക്കും അഭിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂര്യനാരായണൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും അപർണയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അഭി പറഞ്ഞു, ഞങ്ങൾക്ക് അപർണയെ യാതൊരു സംശയമില്ലെന്ന് പറയാം. കാരണം അഭിക്കും ജാനകിക്കും അറിയാം അപർണയെ അത് ചെയ്തെന്നുള്ള കാര്യം. പക്ഷേ എങ്കിൽ അവളെ കുറ്റപ്പെടുത്താനായിട്ട് തയ്യാറാകുന്നില്ല. അങ്ങനെ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന അഭിക്ക് നന്നായിട്ടറിയാം. അഭി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്തേ. പക്ഷെ അപർണയ്ക്ക് മാത്രം മനസ്സിലായില്ല എന്തുകൊണ്ടാ അങ്ങനെ ഇവര് പറഞ്ഞെന്ന്. ഒരു പക്ഷെ ഇനിയിപ്പോ എന്തെങ്കിലും പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കോ. താനാ ചെയ്തെന്നുള്ള കാര്യം അറിയാം, നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നീട് അപർണ മുറിയിലേക്ക് അവിടെ കയറി പോകുന്ന സമയത്ത് ജാനകി പറഞ്ഞു, അപർണേ നീ അത് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിന്നെ ആ സമയത്ത് ഉറ്റുകൊടുക്കാത്ത എന്താണെന്നറിയാവോ. നീ വളരെ വിദഗ്ധമായിട്ട് നേരത്തെ തന്നെ നീ അച്ഛന്റെ മുന്നിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു, നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം തെളിവില്ലല്ലോ. തെളിവ് നീ പണ്ടേ നശിപ്പിച്ച് കളഞ്ഞല്ലോ. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾക്ക് നിന്നോട് ദേഷ്യമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നീ ചെയ്ത കാര്യമെന്നറിയാം. അതുകൊണ്ടാണ് ഞങ്ങള് ഒന്നും മിണ്ടാതെ അണങ്ങിയിരിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ ജാനകി തോറ്റു പിന്മാറി നല്ല അർത്ഥം. എന്റെ പൊന്നുനെ നീ കരുവാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ജാനകി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. വിശ്വനാഥൻ തമ്പിയുടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങോട്ട് കയറി പോവാ. പിന്നീട് അപർണയ്ക്കാണ് ആകെപ്പാടെ ദേഷ്യമാണോ സങ്കടമാണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ മുറിയിൽ അസ്വസ്ഥപ്പെട്ടിരിക്കണ സമയത്താണ് അമൽ അങ്ങോട്ട് വരുന്നത്. അമൽ വന്നിട്ട് ചോദിച്ചു, ഓഹോ അപ്പൊ നീ മനഃപൂർവ്വം കളിച്ചല്ലേന്ന് ചോദിക്കും. എന്ത്? ഒരു നിമിഷം അപർണ നീ ഞെട്ടിപ്പോയി. അല്ല, എന്നെ CEO പദവിയിൽ ഇരുത്താനായിട്ട് നീ ഏട്ടനോട് വളരെയധികം കമ്പൽ ചെയ്തായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഒത്തിരിയധികം ഫോഴ്സ് ചെയ്ത് പറഞ്ഞല്ലേന്ന് ചോദിക്കുക. ഓ അതാണ് ആ കാര്യം. എനിക്കറിയാം. അത് മാത്രമല്ല, എന്നെ ഈ പ്രസ് മീറ്റിന് വിടാനായിട്ട് നീ അഭിയേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുക. അതിനിപ്പോ എന്താ തെറ്റ്? നീ അല്ലേ ഇനിയിപ്പോ CEO ആവാൻ പോകുന്നേ. അപ്പൊ പ്രസ് മീറ്റ് കൂടേണ്ട ആള് നീ അല്ലേന്ന് ചോദിക്കാം. എന്നാൽ ഇത് ഇത്ര കടന്ന കൈയായി പോയി അപർണ. ഞാനിത് ഒരിക്കലും ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല നീ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന. ഇത്രയും കാലം എന്റെ ഏട്ടന്റെ ചോരയുടെ വിയർപ്പിന്റെ ബലമാ ഇന്നിപ്പം അളകാപുരിയുടെ ഈ ഉയർച്ച എന്ന് പറഞ്ഞാല് ഒരു നിമിഷം കൊണ്ടാണ് അത് നീ ഇല്ലാതാക്കിയത്. പക്ഷെ ഒന്ന് നീ മനസ്സിൽ വിചാരിച്ചോ, ഒരു കാരണവശാലും എന്റെ ഏട്ടത്തിനോ അല്ലെങ്കിൽ ഏട്ടനെയോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ അല്ലെങ്കിൽ അവർക്കൊരു സ്ഥാനം ഇല്ലാതാക്കാനോ പറ്റില്ലെന്ന് പറയാം. കേട്ടപ്പോ അപർണ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കൊരു പൊസിഷൻ കിട്ടണം, അത്രമാത്രം എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്റെ ഭർത്താവ് എല്ലാവരുടെ മുന്നില് 4 പേരുടെ മുന്നില് എങ്ങനെ വിളിച്ച് കാണിച്ചു കൊടുക്കുമ്പോ നല്ലവനാ അല്ലെങ്കിൽ അവൻ നല്ല ജോലി ഉണ്ടെന്ന് എനിക്ക് അറിയിക്കണം. അല്ലാതെ വീട്ടിൽ ജോലിയും ചെയ്ത് അടുക്കള ജോലി ചെയ്ത് പിള്ളേരെയും കളിപ്പിച്ചോണ്ടിരിക്കുകയെന്ന് പറയാനായിട്ട് എനിക്ക് നാണക്കേടുണ്ട്. അതുകൊണ്ടാന്ന് പറയാം. നീ കാണിക്കുന്നുണ്ടല്ലോ മഹാപോക്രത്തര, ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഞങ്ങളെ തമ്മിൽ അകറ്റാനായിട്ട് നിന്റെ മനസ്സിൽ എന്തേലും പ്ലാൻ ഉണ്ടെങ്കിൽ വിശ്വനാഥൻ തമ്പിയുടെ മോളെ നീ അനുഭവിക്കാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോവാ. അപർണയ്ക്ക് ആകെപ്പാടെ അടിമുടി പെരുത്ത് കയറി. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പിന്നീട് അപർണ ഓർത്തു, ഒരു പക്ഷെ മുത്തശ്ശിക്ക് പറ്റുമായിരിക്കും ഈ അഭിനയം ജാനകിനെ ഇവിടുന്ന് തുരത്താനായിട്ട്. അവരുടെ മനസ്സിൽ എന്തോ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് അളകാവരി മുഴുവൻ കത്തിക്കാൻ പാത്രം എന്തോ ഒരു രഹസ്യമുണ്ട്. അതെന്താണെന്നറിയണം. മുത്തശ്ശിനെ ഒന്ന് കയ്യിലെടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കും. നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് എല്ലുവാണ്. അങ്ങനെ സുമംഗലാമ്മ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി മധുരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത്. അപർണയെ കണ്ടെന്ന് ചോദിച്ചു, ആഹാ മോളോ ഇങ്ങോട്ട് വാ, ഇവിടെ ഒന്ന് ഇരിക്കാൻ പറയാണ്. എന്താണ് മോൾ ഇങ്ങോട്ട് വന്നോട് കൂടിയിട്ടാണ് വീട് വീണ്ടും ഒന്ന് ഉഷാറായത്. അല്ലെങ്കിലുണ്ടല്ലോ ആ ജാനകി ഉണ്ടല്ലോ, അവളെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ മുത്തശ്ശി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ അഭിയേട്ടനും ജാനിയെക്കുറിച്ചുള്ള എന്തോ വലിയ രഹസ്യം അറിയാന്ന്. എന്തോ മുത്തശ്ശിയുടെ മനസ്സിലൊരു വജ്ജറായതുകൊണ്ട് അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ വീടിന് പുറത്താവുന്നുള്ള കാര്യം അതെന്താന്ന് ചോദിക്കുക. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ മോളെ, പക്ഷെ അതങ്ങനെ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയാ. ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവസാനം എന്നോണം ഞാൻ ആ ആയുധം അങ്ങോട്ട് പ്രയോഗിക്കും. ഇപ്പോഴും എന്നെ പേടിയുണ്ട് പ്രഭാവതിക്ക് സൂര്യനാരായണൻ. കാര്യം എന്താണെന്നറിയാവോ, ആ സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയാമെന്ന് ഇന്ന് വരെ ഞാൻ ഒരു മനുഷ്യന്മാരോട് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ ഞാനത് പറയേണ്ടി വരുമെന്നാ തോന്നുന്നേ. മോള് ധൈര്യമായിട്ടിരിക്കുക. മോൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ മുത്തശ്ശിയോട് പറഞ്ഞാൽ മതി. ഞാൻ ചെന്ന് പ്രഭാവതിയോടും സൂര്യയോടും പറഞ്ഞ പിന്നെ അവര് മോൾക്കെതിരെ ഒന്നും പറയത്തില്ല എന്ന് പറയാ. അല്ല മുത്തശ്ശി, അതിപ്പോ അവരെ ഈ ജാനകിനെ അഭിനയം ഇവിടെ നിന്ന് ഇറക്കി വരണ്ടേ, അതാണ് കാര്യം. അത് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മോള് ധൈര്യമായിട്ടിരിക്കുക.
പിന്നെ മോൾക്ക് എന്തെങ്കിലും ആവശ്യം നടക്കാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെന്ന് സൂര്യയോട് പറഞ്ഞോളാം. അവൻ എൻ്റെ ആഗ്രഹം എന്താണെന്ന് സാധിച്ചു തരാതിരിക്കില്ല. പിന്നെ അഭിനയം ജാനകിനെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന കാര്യം അധികം വൈകാതെ തന്നെ അതുണ്ടാവും മോളെ. CEO പദവിയിലേക്ക് അമലൊന്നും എത്തിയിട്ടുണ്ടെ പിന്നെ ആരായി അഭിയും ജാനകിയും? ഈ കുടുംബത്തിലെ ആരുമല്ല, അവരിറങ്ങണ്ട വരുമെന്ന് പറയാം. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ? അതൊക്കെ അങ്ങനെയാ, അത് മോൾക്ക് പിന്നീട് മനസ്സിലാവും. അല്ല മുത്തശ്ശി, ആ കാര്യം എന്താന്ന് പറയുവാണെങ്കിൽ ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. അത് വേണ്ട, അത് ശരിയാകുന്നില്ല. അത് എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. കാരണം അത് പുറത്ത് പറയണ സമയത്ത് മാത്രം എല്ലാവരും അറിഞ്ഞാൽ മതി. അല്ല മുത്തശ്ശി, മോൾ അതിനെക്കുറിച്ച് ചോദിക്കണ്ട. ഞാനിതിപ്പോ പറയാനും പോകുന്നില്ല. അത് പറയേണ്ട സമയത്ത്, പ്രയോഗിക്കേണ്ട സമയത്ത് ഞാനിത് പ്രയോഗിച്ചോളാം. മോള് ധൈര്യമായിട്ട് പൊക്കോ. മോൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സുമംഗലാമ്മയോട് പറഞ്ഞാൽ മതി. ഞാൻ വേണ്ടെന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തോളാം. ജാനകിനെ ഒതുക്കണം എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ലെന്നും പറഞ്ഞങ്ങോട്ട് പോവുക. എന്നാലും എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ള? ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യം തന്നെയാണ്. കാരണം ആ മനസ്സിലുള്ള രഹസ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അളകാപുരി നിന്ന് കത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത്രയും വലിയ രഹസ്യ. ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പണ്ടേ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണ്ട. അതൊന്നും അല്ല. പിന്നീട് അവരുടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വനാഥൻ തമ്മിയുടെ കോള് വരുന്നത്. കോളെടുത്ത് പിന്നെ എന്തൊക്കെയുണ്ട് മോളെ അവിടെ വിശേഷങ്ങള്? അച്ഛാ, ഇവിടെ വിശേഷങ്ങൾ മാത്രം ഉള്ളെന്ന് പറയാണ്. എന്ത് പറ്റിയ കാര്യങ്ങള്? പിന്നീട് നല്ലയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയണം. ഓഹോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ സൂക്ഷിക്കണമെന്ന്. നീ ഇത്ര ചെറിയ കാര്യങ്ങളൊക്കെ ഇത്ര വലിയ ഊതി വീർപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? നിനക്ക് അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? വിളക്കെടുക്കുന്നല്ല നമ്മുടെ ഇവിടുത്തെ ആവശ്യം എന്ന് പറഞ്ഞാല് അളകാപുരി അത് നമ്മുടെ കൈക്കലാക്കണം. എന്നെ ചതിച്ചായ അവനുള്ള സൂര്യനാരായണൻ അവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയാം. അച്ഛാ, അതിനുള്ള ഒരു വജ്രായുധം കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കില് അതങ്ങോട്ട് ക്ലിയർ ആയിട്ട് എന്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ലെന്ന് പറയാം. എന്താ മോളെ നീ പറഞ്ഞേ? ഇവിടുത്തെ സുമംഗല മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിയുടെ കയ്യില് അബിക്കെതിരെ ജാനകിക്കെതിരെ എന്തോ ഒരു ആയുധമുണ്ട്. പക്ഷെ ഇതുവരെ ആയിട്ടും അത് പുറത്ത് പറഞ്ഞിട്ടില്ല എന്താന്നുള്ള കാര്യം. അത് അറിയുവാണെങ്കിൽ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്താ. അവര് പുറത്താന്ന് മാത്രമല്ല, ഈ അളകാപുരിയുടെ താളം തെറ്റുന്നൊരു കാര്യമാണ് അവരുടെ മനസ്സിലുള്ളത്. അതെന്താന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യാം, മോൾ അവരെ പതുക്കെ ഒന്ന് സോപ്പിട്ട് നോക്ക്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. അങ്ങനെയൊന്നും അവർ പുറത്ത് പറയുന്ന ടൈപ്പല്ല. അവരെ കുറിച്ച് അച്ഛന് അറിയത്തില്ലാത്തോണ്ടാ. അവര് കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കാൻ അറിയാവുന്നൊരു ചിന്താഗതിക്കാരി അവര്. അവരുടെ മനസ്സിലുള്ള രഹസ്യം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ഞാൻ ഇന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് കുറച്ചു കാലം ക്ഷമയോട് കാത്തിരുന്നേ മതിയാവുള്ളൂ പറയാം. സാരമില്ല, മോള് കാത്തിരിക്കുക. ഇപ്പോഴും കൂടി ചെന്ന് കയറിയതല്ലേ ഉള്ളൂ. പിന്നെ അമലിന്റെ കാര്യം അറിയാലോ. ഇനിയിപ്പോ CEO പദവിയിലേക്ക് അവൻ ചെന്ന് കയറി കഴിയുമ്പോൾ മോളായിരിക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അതൊക്കെ എനിക്ക് അറിയാച്ചാ. പക്ഷെ എനിക്ക് പേടിയുണ്ടല്ലോ, ആ അമലിനെയാണ്. അവന് കൃത്യസമയത്ത് കാല് വാരുവോന്ന് അറിയത്തില്ല. അവനെ അവരുടെ ഏട്ടനെ എല്ലാം ഏൽപ്പിക്കാണ്ട് സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല മോളെ. മോള് ധൈര്യമായിട്ടിരിക്കുക. ഇനി എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എന്തിനും ഏതിനും ഞാൻ ഒപ്പം ഉണ്ടാവും. മോള് ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. അങ്ങനെ അപർണനെ ആശ്വസിപ്പിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.